പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിന് ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കവിയൂരുള്ള തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിലേക്കാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല പത്തനംതിട്ട റൂട്ടിൽ തിരുവല്ല നിന്ന് വരുമ്പോൾ തോട്ടഭാഗം എന്ന സ്ഥലത്തിന് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇടത്തോട്ട് തിരിഞ്ഞ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ വടക്ക് മാറി ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം നിൽക്കുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്, വയലേലകളുടെ കാഴ്ചകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കിയിട്ട് നേരെ ഈ പാറക്കെട്ടുകളിലൊന്നിലാണ്, 2 പാറക്കെട്ടുകളുണ്ട് ഇവിടെ, അതിലൊന്നിലാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന ക്ഷേത്രം. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാണ്ഡവരുടെ വനവാസക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേപോലെ ഈ പരിസരത്ത് ഒളിവിക്കഴിഞ്ഞ പാണ്ഡവർ ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. അതേപോലെ കൗരവർ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ സഹോദരനായ ഭീമസേനെയും ബാക്കിയുള്ള പാണ്ഡവരെയും ഒരു കോഴിയുടെ രൂപത്തിലാക്കി ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് വേറൊരു ഐതിഹ്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പുരാതനമായിട്ടുള്ള 8-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഏകദേശം 1300ഓളം വർഷം പഴക്കമുള്ളതാണ്. ഇത് കേരള സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ അവിടെ ഈ പാറയുടെ മുകളിലൊരു കുഴിയിലിട്ട് മൂടി വച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി കുറച്ച് സമയം വേണം, വളരെ കുറച്ച് സ്ഥലമാണ് അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിലെ ദർശനം കൂടി നമുക്ക് കിട്ടും. ഇവിടെ ശ്രീ മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നതാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും ഇവിടുന്ന് മടങ്ങി